അല്ല, മെസ്സി വരാതിരുന്നാൽ അത് കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചും നമുക്ക് വലിയ നഷ്ടം തന്നെ. അത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് കേരളത്തിലെ സ്പോർട്സ് എന്താ പറയുക സ്നേഹികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും അത് വളരെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അത് വരാതിരുന്നാൽ അത് നഷ്ടമാണ്, വന്നാൽ അത് വളരെ നല്ലതാണ്. അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയും, അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി ആർക്കെങ്കിലും മാറ്റാൻ കഴിയുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയൊന്നും മാറി മറിയുന്ന രാഷ്ട്രീയമല്ല കേരളത്തിൽ. രാഷ്ട്രീയമായിട്ട് തന്നെ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ പോകും. ഇനിയൊരു വെഡിത്തം കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുമെന്നാണ് കരുതുന്നത്. ഒരു വെള്ളാപ്പള്ളിയുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ വേണ്ടാത്ത തോന്നിവാസം മുഴുവൻ നാട്ടിൽ പറഞ്ഞു നടന്ന് ഈ രീതിയിലുള്ള BJPയുമായുള്ള ബാന്ധവങ്ങളുണ്ടാക്കി കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് അങ്ങ് കയറിക്കളയാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് കേരളമാണ്, യാതൊരു തർക്കവുമില്ല. ഈ ഇരിക്കുന്നതാണ് കേരളം. ഇവിടെ ഇപ്പോൾ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അപ്പുറത്തുണ്ട്. ഈ ഇരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തനങ്ങളാണ്. ഇതാണ് കേരളം. ഈ ഇരുത്തം നോർത്ത് ഇന്ത്യയിൽ ഇരിക്കില്ല. പത്രക്കാരായ നിങ്ങളിരിക്കില്ല. അവിടെ എപ്പോഴും ജാതിയും അതൊക്കെ തന്നെയാണ്. അവിടെ നടക്കും. അവിടെ നടക്കുന്നത് ഇവിടെ പ്രാക്ടിക്കലൈസ് ചെയ്യാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെയും കൂടി വാട്ടർലൂ ആയിരിക്കും 2026 തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു സംശയമില്ല. ഞാൻ ആ വിഷയം കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, സത്യം പറയല്ലോ. മെസ്സി വരുന്നുണ്ട്, നല്ല കാര്യം എന്നതിനപ്പുറം. അല്ല, കായിക മന്ത്രിക്ക് പിന്നെ വിളിക്കാൻ പേടിയാ. എൻ്റെ ഫോണൊക്കെ ടാപ്പിങ്ങിലാണല്ലോ. അപ്പം ഇനി പണ്ടുണ്ടായതിന് സൗഹൃദം കൂടിയില്ല, സത്യം പറയണമെങ്കിൽ വലിയ കാര്യം പറയല്ലോ. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും എന്താ പറയുക സൗഹൃദമൊക്കെ പങ്കിടണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് ഫോൺ ചേട്ടില്ല. അതുകൊണ്ട് ഫ്രീക്വൻ്റായിട്ട് ഞാൻ വിളിച്ചിട്ട് അത് കാരണം എന്തിനാ നമ്മൾ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കണ്ണൂരിലെ പേര് വെച്ച പോലെ നമ്മളോ ഇതിനെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് സ്നേഹവും ഇഷ്ടമില്ലല്ലോ കൊടുക്കുന്നത് കൊടുക്കണ്ടല്ലോ. അതാണ് ആ കാര്യത്തിൽ എൻ്റെ നിലപാട്.